ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഗായ്സ് വീട്ടിൽ. എല്ലാവരും ഓരോ പണിക്ക് പോയി. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് പാത്രം കഴുകണം, പാത്രമെല്ലാം കഴുകി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞിഷ്ടം എടുപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടായിരുന്നു. ഉണക്കാൻ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിപ്പോൾ അവിടെ വെയിലില്ല. പിന്നെ വീടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം കാറ്റടിച്ച് താഴെ ഇട്ടു. പിന്നെ ഡ്രസ്സെല്ലാം വിരിച്ചിട്ടു. നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ, നല്ല കാറ്റും തന്നെ തണുപ്പുമാണ് അത്യാവശ്യം. അങ്ങനെ ഞാൻ അതെല്ലാം വിരിച്ചിട്ടു. പിന്നെ കുറച്ച് നേരം വിരിച്ചു നടന്ന കേട്ടോ. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാനും ഈ പട്ടിക്കുഞ്ഞും പൂച്ചയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒറ്റയ്ക്ക് ഇരിപ്പാണ്. കുറച്ച് നേരം അവരുടെ അടുത്ത് പോയി മിണ്ടിയാലും കുറച്ച് നേരം ബോറടിക്കില്ലേ. കുറേ നേരം ടി വി കണ്ടു, പിന്നെ കുറച്ച് നേരം വിറ്റിട്ട് പോയി നടന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തിലെ നോക്കിപ്പം. അങ്ങനെ മുറ്റത്ത് ഓരോന്നൊക്കെ ചെരിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് പേപ്പർ കവർ കിടക്കും. പേപ്പറിലെ കവർ ഞാൻ ആ കവറൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അന്ന് ഹരിതകർമ്മ വരും, അവരുടെ കൈ കൊടുക്കാൻ വേണ്ടി അത്ര മതി. അങ്ങനെ അടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം മുറ്റത്തോടെ നടന്നു. ഈ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബോറടിയാ. ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ, പക്ഷെ കുറേ ആയിട്ട് ഞാൻ മടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ടേ അനിയൻ്റെ റൂമിൽ പുതപ്പ് മടക്കാണ്ടായിരുന്നു. അങ്ങനെ പുതപ്പെല്ലാം മടക്കി വെച്ച്. ഇത്രയും കട്ടിയുള്ള പുതപ്പ് നമ്മോട് പൊതിക്കാറുള്ളത്. എന്നാൽ പോലും ഇവിടെ നല്ല തണുപ്പാട്ടോ. ഇടുക്കിയിലെ തണുപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ, നല്ല തണുപ്പാണ്. അപ്പം അതൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒന്നും വിരിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ നീറ്റാക്കിയാണ് എഴുതുന്നത്. പുറത്ത് മാത്രം പുഴി മടക്കി വെക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ല, പറഞ്ഞോട്ട് കേൾക്കില്ല. പിന്നെ അവൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ മടക്കി വെച്ചു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തിലെ ഓരോരോ കലാപരിപാടികൾ. അങ്ങനെ ഇതൊക്കെ മടക്കി വെച്ചു. ഇന്ന് പുറത്ത് പോകുന്നുണ്ട്, എങ്ങനെയാ പ്ലാൻ എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അത്യാവശ്യത്തിന് ഉച്ചയായാലും പോകണമെന്നുണ്ട്, ചിലപ്പോൾ പോകും കേട്ടോ. അങ്ങനെ അവന് ഡ്രസ്സെല്ലാം എടുത്ത് മടക്കി വെച്ചു. കുറച്ച് ഡ്രസ്സുകളായിരുന്നു കേട്ടോ. ഇന്നലെ എങ്ങാണ്ട് കഴുകിയിട്ട് അത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റൂമിൽ കൊണ്ട് വെച്ച് അമ്മ രാവിലെ കണ്ട് വെച്ചു. പിന്നെ ഞാൻ മടക്കിയും വെച്ചു. അത്ര ഉള്ളായിരുന്നു ഗൈസ് ഇന്നത്തെ പരിപാടികളെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് വീട്ടിൽ? ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ബോറടിക്കും. ടി വി ഉണ്ടായാലും ഫോൺ എടുത്ത് നോക്കോളാം, നേരെ നോക്കിയാൽ മടുത്തു. ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട്. ബൈ.